വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എവിടെ പോവാൻ പറയുന്നത്, സ്റ്റുഡിയോയിൽ പോവാണ് ഷോപ്പിങ്ങിന്. ജോർജിയെ പോകുന്നതിന് ഫസ്റ്റ് സെറ്റ് ഓഫ് ഷോപ്പിംഗ്. മേ ബി വീഡിയോ ഞാൻ എല്ലാ ഷോപ്പിംഗ് കൂടെ ഒന്നിച്ചായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കിടും. സോ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ അങ്ങനെ ബസ് കയറാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് വാങ്ങി നോക്കിയിരിക്കുകയാണ്. സോ ബാക്കി കാണാം അല്ലേ അല്ലേ. സോ ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയും കൂടി ഒന്നിച്ചാണ് ഇടുന്നത്. സോ ഇത് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഷോപ്പിംഗ് ആയിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് കുറച്ച് ഡ്രസ്സ് നോക്കി ഞാൻ. പക്ഷേ അവിടുന്ന് ഭയങ്കര കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ പോയപ്പോൾ വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വിൻ്റർ വെയറും അങ്ങനെ കുറച്ച് കളക്ഷൻസൊക്കെയാണ് എടുത്തത്. ഇത് ഒക്ടോബറിൽ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ 2026 ഏപ്രിലാണ്. സോ നല്ല ടൈം ഗ്യാപ്പ് ഉണ്ട്. സോ അവിടുന്ന് എടുത്തിട്ട് ആ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി നമ്മൾ ദുബായിൽ വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ. സോ ദുബായിൽ വന്നിട്ട് ഉള്ള അന്ന് വൈകിട്ട് തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. സോ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ദുബായ് വിശേഷങ്ങൾ. എവിടെ പോവാന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ പോകുന്ന വഴിക്ക് മെട്രോയെ കയറുക. എവിടാന്ന് അറിയത്തില്ല. പിന്നെ എന്തിനാ മെട്രോ കയറിയത്? എവിടാന്ന് അറിയത്തില്ല. ഒരു കാര്യമില്ല, മെട്രോ കയറി അവളെ ചുമ്മാതെ വീട്ടിൽ ഇരുത്തണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് മെട്രോയ്ക്ക് തള്ളു ചുമ്മാതാ. എല്ലാം വെൽ പ്ലാൻഡാ. എവിടെ പോകും, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് ഉടായ്പ പറയുന്നു. സൺലൈറ്റ് الأبواب سوف تفتح من جهة اليمين. ഏത് ബാഗ്? അയ്യോ, അതിൻ്റെ പുറത്തെ ഷൂവിൻ്റെ ലൈറ്റ് കത്തിക്കാണ്ടാവുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റ് വന്നത് കരാമ ഡേ ടു ഡേയിലാണ് കേട്ടോ. എന്ത് മേടിക്കാനാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. പക്ഷേ എനിക്ക് ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഒന്നും മേടിച്ചില്ലെങ്കിലും എനിക്ക് ചുമ്മാ ഡേ ടു ഡേ കയറി വായി നോക്കി നടക്കാൻ ഭയങ്കര 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 ഇഷ്ടം. ഞാൻ ഓൾമോസ്റ്റ് കുറേ ഡേ ടു ഡേ കറങ്ങി. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. സോ അങ്ങനെ ഇതിൽ അമ്മയ്ക്ക് കുറച്ച് റൂം മേക്ക് ഓവറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ മാറ്റ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അമ്മയും കുട്ടിയും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കും ഉണ്ട് ഈ പ്രാന്ത റൂം മേക്ക് ഓവർ എന്ന് പറഞ്ഞ പ്രാന്തേ. അപ്പോൾ അമ്മയ്ക്കും ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു റൂം മേക്ക് ഓവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ. പിന്നെ ഞാൻ ഈ പേഴ്സൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, കാണാൻ ഭയങ്കര ഗ്ലിറ്ററി ആയിട്ട്. സോ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. സോ നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. സോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡ്രസ്സ് ഞാൻ കരാമ ഡേ ടു ഡേ എടുത്താണ് കേട്ടോ. ഓക്കെ, നല്ല ഡ്രസ്സാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് കാണാം. ഓക്കെ, സോ ഗൈസ്, വി ആർ റെഡി. നീ പോയിട്ട് വരാം. ഇങ്ങനെ നിൽക്കുന്നേ, പറ. ഓക്കെ, റെഡി, പോയിട്ട് വരാം. ടാറ്റ. സോ ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറും പട്ടിഷു. ഒരുങ്ങി കഴിയുമ്പോൾ കണ്ണാടി നോക്കി കാണിക്കുന്ന അത് തന്നെ സെറ്റപ്പ് കണ്ടാ പറയുമോ ഈ. സോ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഒരു റൂം മേക്ക് ഓവർ നടത്തുന്നുണ്ടെന്ന്. സോ അതിൻ്റെ കുറേ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് അമ്മ പറയുന്നത് വേസ്റ്റ് കളയണമെന്ന്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവുമോ പുറകിൽ വേസ്റ്റും പൊക്കിക്കൊണ്ടാണ് വരുന്നതെന്ന്. അതാണ് കേട്ടോ സംഭവം. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ നമ്മൾ റൂമൊക്കെ പൂട്ടി ലിഫ്റ്റിൽ കയറി പോവുകയാണ്. വെറും പട്ടി ഷോയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടെടുക്കും, ചിലപ്പോൾ ഒന്നും മിണ്ടാതെ എടുക്കും. അപ്പോൾ ഇടയ്ക്ക് വോയിസ് ഓവർ, ഇടയ്ക്ക് മറ്റേത്, അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. സോ ഇന്ന് നമ്മൾ പോകുന്ന ഡേ ടു ഡേ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതായിരുന്നു, അയ്യോ മറന്നുപോയി, ഏത് ഡേ ടു ഡേ ആയിരുന്നു. ഓക്കെ, നമ്മൾ ബർദുബായിലുള്ള ബോളിവുഡിലാണ് കേട്ടോ പോയത്. സോ ഇത്
തൊട്ട് നെക്സ്റ്റ് ഡേ അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു. സോ ഞാൻ ഷഫിൾ ചെയ്താണ് എടുത്തത്. അതുകൊണ്ടൊക്കെയാണ് മാറി മാറി തിരിഞ്ഞും കിടക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബോളിവുഡിലും പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഞാൻ പറഞ്ഞല്ലോ റൂം മേക്ക് ഓവർ, അപ്പോൾ അതിന് കുറച്ച് ഫ്ലവറിൻ്റെ കുറച്ച് സ്റ്റാൻഡൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ പോയത് ആദ്യം നമ്മൾ എന്താ പറയുക, മെട്രോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ചേട്ടനെ വിളിച്ചത്, ചേട്ടൻ്റെ കൂടെ ആട്ടോ പോയത്. കാരണം ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ചേട്ടൻ്റെ കൂടെ കാറിലാണ് പോയത്. അപ്പം പോകുന്ന വഴിക്ക് നല്ല സൺസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ ഇട്ടത് ട്രാഫിക്കിലൊക്കെ കടന്ന സമയത്ത് എന്ത് രസമാണ് സ്കൈ കാണാനെന്നറിയോ, ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സോ അത് ഞാൻ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചു. അതാണിപ്പോൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എന്തൊക്കെയാണ് മേടിക്കേണ്ടിയിരിക്കുന്നത്. എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു, പിന്നെ റൂം മേക്കവറിന് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു. അങ്ങനെ ഫുൾ കൺഫ്യൂഷനായി എങ്ങനെയൊക്കെയോ എല്ലാം മേടിച്ചിറങ്ങി. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിമ്മിനിയിലാണ് കേട്ടോ പോയത്, റെസ്റ്റോറൻറ്റിൽ. പിന്നെ എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിനിടയ്ക്കൊരു കോമഡി നടന്നു. ഒരു കോമഡി കം ട്രാജഡി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ചിമ്മിനിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കേസരി ഓർഡർ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ കൊള്ളത്തിലായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് അവക്കാഡോ ഷേക്കും മേടിച്ചു. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ കേസരി അത്ര പോരായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ ട്രോളാണ്. പിന്നെ ചേട്ടനെ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് എൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോയി. സോ ഇതാണ് ഈ ദിവസത്തെ ഷോപ്പിംഗ്. സോ ലാസ്റ്റ് റൗണ്ട് ഓഫ് ഷോപ്പിംഗ് അല്ലേ മേ? യെസ്, ലാസ്റ്റ് റൗണ്ട് ഓഫ് ഷോപ്പിംഗ്. ഇന്നലത്തെ വീഡിയോ അതിൻ്റെ പേരില്ലായിരുന്നു. സോ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തങ്ങ് കയറ്റാം. പണ്ട് ഓർക്കുന്ന നാട്ടിൽ ഫസ്റ്റ് ഷോപ്പിങ്ങിനപ്പോൾ വീഡിയോ എടുത്തത് സ്റ്റുഡിയോയിൽ, അന്ന് മുതലുള്ള വീഡിയോ ഉണ്ട്. അപ്പം നമുക്കെല്ലാം കൂടി അങ്ങ് ഒന്നിച്ചാക്കാം. തേക്കാൻ പോന്നു. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കത്രിക എത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. അല്ല കൊള്ളാവോ നോക്കിട്ടോ ഗൈസ്, നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടെന്ന്. അവർ പറയുന്നേ കൊള്ളാമോ പറയും. സത്യം മോശമല്ല പറയും. പ്ലീസ് കമൻറ്റ് ഗൈസ്, കൊള്ളാമോ? ഫുള്ള് ഇതാണ് ഔട്ട്ഫിറ്റ്. കേട്ടില്ല? സോ ഗൈസ്, ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ദുബായ് ആയിരുന്നു. ഞാൻ പിറ്റേ ദിവസം പോവാണ്. സോ കുറേ കടകളിൽ പോകണമായിരുന്നു. അപ്പോൾ മെട്രോയിൽ പോകാമെന്ന് വെച്ചു. കാരണം എനിക്ക് ദുബായ് ഏറ്റവും ഇഷ്ടമുള്ളതാണ് മെട്രോ. എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. അഡിക്റ്റഡ് ടു ദുബായ് മെട്രോ. സോ അങ്ങനെ നമ്മൾ മെട്രോയിൽ പോകാൻ തീരുമാനിച്ചു. കുറേ സ്ഥലത്ത് പോകണം. സോ നമ്മൾ ഫസ്റ്റ് ജ്വല്ലറി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മൂക്കുത്തിയും സെക്കൻഡ് സ്റ്റാർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് നമ്മൾ ജ്വല്ലറിയിൽ പോയി അത് മേടിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ എനിക്ക് കൊലുസ് മേടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ പോയി. അപ്പം അങ്ങനെ കുറേ കടയിൽ പോകണമായിരുന്നു. പിന്നെ നമ്മളവിടെ പോയി. പിന്നെ നമ്മൾ ഡേ ടു ഡേ പോയി. അതെനിക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പം ഇവിടെ ഞാൻ ഡേ ടു ഡേ പോയിട്ട് എനിക്ക് ഡ്രസ്സ് മാത്രം അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഡേ ടു ഡേ പോയി. അങ്ങനെ കുറേ പരിപാടികളുള്ള ലാസ്റ്റ് ഡേ ഇൻ ദുബായ് ആയിരുന്നു ഈ ഒരു ദിവസം. സോ ഇതാണ് നമ്മൾ കൊലുസ് മേടിക്കാൻ വന്നത്. അപ്പോഴാണ് അവിടെ ഇഷ്ടംപോലെ കമ്മൽ. ഈ കട നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം ദുബായിലുള്ളതാണെങ്കിൽ. ഇത് സ്റ്റേഡിയം ലുലു ഉണ്ടല്ലോ, സ്റ്റേഡിയം ലുലുവിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. നമുക്ക് മറ്റേ
1 ഗ്രാം ഗോൾഡ് ആണെങ്കിലും ഇമിറ്റേഷൻ ജ്വല്ലറിയും ഇയറിങ്സും ഒക്കെ പക്ക കിടിലൻ കളക്ഷൻ. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോ നിങ്ങൾ പോകാത്തവരാണെങ്കിൽ. സോ എനിക്ക് മിസ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് ഈ മെട്രോയുടെയൊക്കെ വിഷ്വൽസൊക്കെ. സോ അപ്പം നമ്മൾ സ്റ്റേഡിയം ലുലുവിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് യൂണിയനിലുള്ള ഡേ ടു ഡേയിലാണ് പോകുന്നത്. യൂണിയൻ ഡേ ടു ഡേയിലാണ് ഡ്രസ്സിൻ്റെ കളക്ഷൻ അടിപൊളിയാട്ടോ. കരാമയിലും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ കരാമേനെക്കാട്ടിലും എനിക്ക് യൂണിയനാണ് തോന്നിയത്. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. പ്ലസ് സൈസ് ആണെങ്കിലും എല്ലാം പക്ക ആയിരുന്നു. കൂടുതൽ അവിടെ നിന്നാട്ടോ മേടിച്ചത്. കിടിലനായിരുന്നു അവിടുത്തേത്. അപ്പം നമ്മൾ അവിടെ നിന്നും കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുത്തെടുത്തു, കാരണം ഡ്രസ്സ് എടുക്കുന്നതുകൊണ്ട് ഇട്ട് നോക്കണം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേയിലെ ഷോപ്പിംഗ് ഇത്രയായിരുന്നു. ഇത് കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന്. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് ക്ലിപ്സ്, കാരണം പകുതി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, പിന്നെ ഫുൾ എടുക്കാനുള്ള ആ ഒരു മൈൻഡ് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തും. ഇനി ഞാൻ എല്ലാ ക്ലിപ്പും കൂടെ ഒന്നിച്ചാക്കി ജസ്റ്റ് എനിക്കൊരു മെമ്മറി, നമുക്ക് പിന്നെ എടുത്ത് നോക്കുമ്പം കാണാനൊരു മെമ്മറി എന്ന രീതിയിൽ ഞാൻ എടുത്ത് വെച്ച കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ച കുറച്ച് ക്ലിപ്സാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേയിലെ ഷോപ്പിങ്ങിനിടയ്ക്ക് കുറച്ച് ഗോൾഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ജ്വല്ലറിയുടെ വീഡിയോ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിൽ ചെന്നിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ കാണാം കേട്ടോ. സോ ഗൈസ്, ഞാൻ കുറച്ച് അപ്പം സംസാരിച്ചെടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. സോ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നല്ല രസമുണ്ട്. അമ്മയും ഞാനും കൂടെ ഒക്കെ കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ്. അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. താമസമാകുമ്പോൾ അതെ, അമ്മ ഇത് തിരുത്തി പറയും. സോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ഇടണം. ഞാനൊന്ന് സംസാരിക്കാതെ വീഡിയോ എടുക്കുന്നത്. ഇതിന് ഞാൻ എന്ത് വോയിസ് ഓവർ കൊടുക്കും? അമ്മ ഞാനും കൂടി ഇങ്ങനെ വായി നോക്കാൻ നേരം വായിട്ട് ഇറങ്ങി. ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കും, കട്ട് ചെയ്യാതെ ഞാൻ കൊടുക്കും. പറ അമ്മയും ഞാനും കൂടെ വായി നോക്കെ പറഞ്ഞാൽ മതി. ടേസ്റ്റ് കേട്ടല്ലോ, അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓക്കെ, ടു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ലുലുവിൽ പോയിട്ട് മേടിച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലമായ എങ്ങോട്ടമ്മേ? നമ്മുടെ മെയിൻ സ്ഥലമായ യൂണിയനോ? നമ്മുടെ മെയിൻ സ്ഥലമായ ഡേ ടു ഡേ തറവാട്. ഇനി ഒരു ഡേ ടു ഡേ ഇല്ല, എല്ലാ ഡേ ടു ഡേയിലും ഡേറെ പോയി, കരാമ പോയി, ബർദുബായി പോയി. അയ്യോ, ഷറഫ് ഡീജെ പോയില്ല, അത് പോയില്ല. ഇനി യൂണിയനും കൂടെ പോയി തന്നെ തിരഞ്ഞിട്ട്. ഇവിടെ ഒരു വർഷത്തെ പർച്ചേസ് എന്നെ കൊണ്ട് 2 ദിവസം കൊണ്ട് തീർത്തു ഗൈസ്. കണക്കിന് ഇവിടെ ഞാൻ ഒരു വർഷം ഇവിടെ നിർത്തിയാലുള്ള എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ടിപ്പിക്കൽ അമ്മ. വേറൊരു കാര്യമുണ്ട്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ ആ ബില്ല് കാണിച്ചു തരാം. അതിൽ എനിക്ക് മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റും താങ്കൾക്ക് മേടിച്ച ലിസ്റ്റും കൂടെ നിങ്ങൾ നോക്കണം. ആർക്കാണ് വില കൂടുതൽ, ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധനം മേടിച്ചതെന്ന്. ഓക്കെ, المحطة القادمة هي القيادة. الأبواب سوف تفتح من جهة اليمين. ആലോചിക്കുന്നേ. القيادة. Doors will open on the right-hand side. ഇതൊക്കെ നല്ല സൈറ്റ് ആട്ടോ. കണ്ടോ ഓരോന്ന് പൊക്കിക്കൊണ്ട് വരും. എന്നിട്ട് ഞാനാണെന്ന് ഈ കളർ ഒരെണ്ണം റൂമിലുണ്ട്. ഇല്ല, ഈ കളറല്ല, ഈ ബ്ലൂ ആണ്. എന്തുവായാലും ബ്ലൂ ആണ്. ആ സെയിം ഐറ്റം. എന്നെ കൊണ്ട് മേടിപ്പിച്ചത് വൈറ്റ് ആണ്. ഇത് എവിടെ ഇടാൻ? ഞാൻ നിങ്ങളെ ആ റൂം കാണിച്ചു തരാം. അവിടെ ഇനിയും സ്ഥലം. താങ്ക് യു ഫോർ കോപ്പറേഷൻ വന്നോക്കെ. ആ റൂം ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം അവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഇത് അവിടെ ഉണ്ട്. ഇനി അടുത്തത് ഏതാ എടുക്കാൻ പോകുന്നത്? എടുത്തില്ല. അടുത്ത അതെടുക്കാൻ പോവാം.
മൈ ഗോഡ്, തണുപ്പ് പൊന്നു, തണുപ്പ്. നല്ല കാറ്റ്, കാറ്റെന്നൊക്കെ പറഞ്ഞു. കാണാനില്ല. മമ്മി, നല്ല കാറ്റ്. ഹലോ ഗായ്സ്, സോ ലാസ്റ്റ് വന്നതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോയുടെ ഔട്ട്റോ എടുത്തിട്ടില്ല. സോ ദിസ് ഈസ് ദ ഔട്ട്റോ ഓഫ് ദ വീഡിയോ. ഷോപ്പിംഗ് കഴിഞ്ഞു, പാക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോകാം. ഓക്കെ. വിഷമമുണ്ടോ പോകുന്നതിന്? വിഷമമുണ്ടോ? ഇത്രയും നേരം വിഷമം ഇല്ലെന്ന് പറഞ്ഞോണ്ടിരുന്നത്, ക്യാമറ കണ്ടപ്പോൾ വിഷമമുണ്ടെന്ന്. പിന്നെ എനിക്ക് ഒറ്റൊരു മോളുള്ള ആ മോൾ എനിക്ക് പോകുമ്പോൾ എനിക്ക് വിഷമമില്ല. ഇവിടെ നോക്കി പറ. നല്ല ഹെയർ സ്റ്റൈൽ നല്ല രസമുണ്ട് കേട്ടോ. പൊന്നുന്റെയാ? എല്ലാം അടിച്ചു മാറ്റലാണ് ഇതിന്റെ കൊണ്ടുവന്നു പോകുമ്പോ ഇടാൻ. എല്ലാം അടിച്ചു മാറ്റലാണ് പണി. നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലുള്ള അമ്മമാർ? പെമ്മക്കളായാലുള്ള ഗുണമാണ് അല്ലേ, അടിച്ചു മാറ്റാം. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാം, നമ്മുടെ റൂം മേക്ക് ഓവർ വീഡിയോ. ഓക്കെ. മിന്നി കത്തുന്ന ബൾബുകൾ. ഇവിടെ വാ. പറ, എന്താ പറയാനുള്ള? ലൈറ്റ് ഇല്ല. എന്താണ് പറയാനുള്ളത്? പറ. നല്ലതായിട്ട് പോയി പഠിച്ച് മിടുക്കിയായിട്ട് ഒരു ഡോക്ടറായിട്ട് വരിക. ഇത്രയുള്ളൂ പറയാൻ. സങ്കടം ഒട്ടും ഇല്ലാത്ത കുട്ടിയാണേ. അതെ, സങ്കടം ഒട്ടുമില്ല. അപ്പൊ ശരി, വീഡിയോ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ടാറ്റാ. സോ ആ ഔട്ട്ഡ്രോ എടുത്ത് നിർത്തിയിട്ട് നെക്സ്റ്റ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയയിലോട്ട്, അതായത് നെക്സ്റ്റ് ഡേ April 3 മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നാട്ടിൽ നിന്ന് പോരുമ്പോൾ എനിക്ക് അത്ര വിഷമമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ദുബായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് വിഷമം നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം വലുതായിട്ട് കരഞ്ഞില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കരച്ചിലൊക്കെ ആയത്. പിന്നെ ഫുഡ് പാൻ കേക്ക് ആയിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ ജോർജിയയിൽ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ആൻഡ് താങ്ക് യു എവ്രി വൺ ഹു സപ്പോർട്ടഡ് മീ ഇൻ ദിസ് ജേർണി. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് നാടിനെക്കാട്ടി കുറച്ചുകൂടെ മിസ് ചെയ്യുന്ന ദുബായിയാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കൺട്രിയാണ്. എനിക്കറിയത്തില്ല എന്താണെന്ന്, പക്ഷേ എനിക്ക് മറ്റേത് കൺട്രിയെക്കാട്ടിലും കുറച്ചും കൂടി ഇഷ്ടം ദുബായിയാണ്. സോ അങ്ങനെ ദുബായിൽ നിന്നും ബൈ ബൈ പറഞ്ഞ് നമ്മൾ ജോർജിയയിലെത്തി. ഞാൻ വന്നത് MBBS പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വരുന്ന ജോർജിയൻ വീഡിയോസിൽ കാണാം. അപ്പോൾ നമ്മൾ എന്തായാലും ജോർജിയയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.